മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് സംസ്കൃത സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന കാലത്താണ് പല രീതിയിലുള്ള ഇത്തരം സംഗതികൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെയൊക്കെ മുസ്ലിം ലീഗ് വർഗീയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞാൽ ആരാണ് ഇതിനൊക്കെ ഉൾക്കൊള്ള വിശ്വസിക്കുകയും ചെയ്യുക? ഒരിക്കലും മുസ്ലിം ലീഗിനെ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർ എത്ര പരിശ്രമിച്ചാലും കഴിയില്ല. മുസ്ലിം ലീഗ് എന്നും മതേതര നിലപാട് സ്വീകരിച്ചതാണ്. എല്ലായിടങ്ങളിലും വർഗീയത ഉണ്ടാകുമ്പോഴും അതിനെ തടഞ്ഞു നിർത്താൻ, അതിനെ തടയാനും അതിനെ പ്രതിരോധിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചത്. കേരളത്തിൽ തന്നെ വർഗീയ സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം വർഗീയ സംഘടനകൾ ശക്തിപ്പെടുന്ന സമയത്ത് അതിനെതിരെ പോരാടിയ ആരാണ്? നിങ്ങൾക്കറിയില്ലേ? അബ്ദുൽ നാസർ മഅ്ദനി ഇവിടെ ഒരു PDP-യുമായി ബന്ധപ്പെട്ട് ചില ശക്തമായ തീവ്രവാദ നിലപാട് സ്വീകരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, അതുണ്ടായിരുന്നു. ആ കാലത്ത് ഇവർ അതിനു വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഞങ്ങളതിനെ പ്രതിരോധിച്ചവരാണ്. അത്തരത്തിലെ മുസ്ലിം മത തീവ്രവാദ സംഭവങ്ങളെ പോലും ശക്തമായി പ്രതിരോധിച്ച മുസ്ലിം സംഘടന മുസ്ലിം ലീഗാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ മേൽ അങ്ങനെ ഒരു ചാപ്പ കുത്താൻ ഇവർക്ക് ആവില്ല. അത് ജനം വിശ്വസിക്കില്ല.